ഒരവസരവും കിട്ടുകയില്ല. അവിടെ ചെന്ന് വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ ഓരോരുത്തര് കർത്താവിന് വേണ്ടി വലിയ വില കൊടുത്തവരാണ്. ഹല്ലേലൂയ, വലിയ വില കൊടുത്തവരാണ്. ഞാൻ സ്നാനപ്പെടുത്തിയതായ ഞങ്ങളുടെ ചൈനയിലുള്ളതായ ഒരു ചെറിയ പെൺകുട്ടിയുടെ കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. നല്ല യൗവനക്കാരിയായിരുന്നു. 17-ാമത്തെ വയസ്സിലാണ്. അനേകരെ ചൈനയിൽ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. അവർക്ക് അവിടെ എല്ലാം ബൈബിൾ ക്ലാസ്സുകൾ നടത്തി മുൻപോട്ട് വരുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. കർത്താവ് പറഞ്ഞിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ചെയ്യുവാൻ കർത്താവ് കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സഹോദരി 17-ാം വയസ്സിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, മുൻപോട്ട് വന്നു കർത്താവിൻ്റെ സാക്ഷ്യമോ പറഞ്ഞു തുടങ്ങി. 22-ാമത്തെ വയസ്സിൽ നല്ല ആരോഗ്യമുള്ളൊരു പെൺകുട്ടിയായിരുന്നു. അവരോട് പറഞ്ഞു യേശുവിനെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞു. ഒടുവിൽ അവർ പറഞ്ഞപ്പോൾ അവർ പിടിച്ച് ജയിലിലാക്കിയിട്ട് അവളുടെ മുഴുവൻ വസ്ത്രവും ഉരിഞ്ഞ് നഗ്നയാക്കി 82 ദിവസം അവർ ജയിലിലിട്ടിരുന്നു. അപ്പോൾ ഈ പട്ടാളക്കാർ വന്ന എല്ലാ അന്യായങ്ങളും നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ കഴിയയില്ല. അങ്ങനെയുള്ള അന്യായങ്ങളെല്ലാം ആ സഹോദരി നഗ്നയാക്കി അവളുടെ മേൽ ചെയ്തുകൊണ്ടിരുന്നു. അന്നേരം എല്ലാം അവൾ യേശുവേ യേശുവേ എന്ന് പറയുമായിരുന്നു. അതിൻ്റെ 83-ാമത്തെ ദിവസം ഈ പോലീസുകാർ അവിടെയുള്ളതായ ഒരു ജയിൽ പുള്ളിയെ ഉപദ്രവിച്ച് അടിച്ചതിന് ശേഷം അവൻ വീണ് മരിച്ചപ്പോൾ അവൻ്റെ ശവശരീരം വലിച്ചുകൊണ്ട് ഇവളുടെ അടുക്കൽ കൊണ്ടുവന്നു. ഇവളുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നീ എപ്പോഴും യേശുവേ യേശുവേ എന്ന് പറഞ്ഞു, യേശു ജീവനെ ഓർക്കുന്നുള്ളോ, ഇവനെ ജീവിപ്പിക്കാൻ പറഞ്ഞു. അവൾ പറഞ്ഞു എനിക്കൊരു ടവലോ എന്തെങ്കിലും വസ്ത്രം തരാൻ പറഞ്ഞു. അപ്പോൾ ഒരു ടവൽ കൊടുത്തു. പൂർണ്ണ നഗ്നയാണ്. അപ്പോൾ ആ നഗ്നത മറച്ചുകൊണ്ട്, ആ ടവൽ കൊണ്ട് നഗ്നത മറച്ചുകൊണ്ട് കർത്താവേ ഇവനെ ജീവിപ്പിക്കണമെന്ന് പറഞ്ഞു. ഒടുവിൽ ആ മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. അത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ആ പ്രിയ സഹോദരിയെ അവർ ജയിലിൽ നിന്ന് വിട്ടു. അവൾ 22 ചെറിയ ചെറിയ സഭകൾ സ്ഥാപിക്കാൻ, സഭ എന്ന് ചൈനയിലെ ഞങ്ങളുടെ കൂട്ടായ്മകളെന്ന് പറഞ്ഞാൽ ഒരു വീടിൽ കൊള്ളുന്നത് മാത്രം 12 പേരോ 15 പേരോ അതിൽ കൂടുതലില്ല. 22 കൂട്ടായ്മകളായി. അതിനുശേഷം അപ്പോഴത്തേക്ക് 2 വർഷം കഴിഞ്ഞ് വീണ്ടും പോലീസ് അവരെ പിടിച്ചു. അവളെ പിടിച്ചിട്ട് ഒരു ഫീൽഡിൽ കൊണ്ടുപോയി നഗ്നയാക്കി ഉമാറിൻ്റെ ഒരു ബ്രസ്റ്റ് കണ്ടിച്ച് അവരുടെ പട്ടിക്ക് ഇട്ടുകൊടുത്തു. അവൾ പറഞ്ഞു യേശുവിനെ നീ തള്ളിപ്പറയണം. അവൾ പറഞ്ഞു ഒക്കുകയില്ല. 2ാമത് കണ്ടിച്ചു, നഗ്ന നിർത്തി. അവൾ പറഞ്ഞില്ല. ഒടുവിൽ പുറകിലുള്ളത് ഈ ഭാഗം മുറിച്ച് നായി കൊടുത്തപ്പോൾ അവൾ പുറകോട്ട് വീണ് പ്രാണനെ വിടുവാനിടയായി. ആ സഹോദരന്മാർ അവർ വിട്ടേച്ചങ്ങ് പോയപ്പോൾ ഞങ്ങളുടെ സഹോദരന്മാരൊരു ബെഡ്ഷീറ്റ് കൊണ്ട് അവളുടെ ശരീരം മറിച്ചിട്ട് എനിക്കൊരു ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. ഞാൻ പറഞ്ഞത്, ഇന്നും ക്രിസ്തുവിന് വേണ്ടി വില കൊടുക്കുന്ന അനേകായിരങ്ങളുണ്ട്. ഞങ്ങളുടെ വടക്കേ ഇന്ത്യയിൽ ക്രിസ്തുവിന് വേണ്ടി ജൈൻ മതത്തിൽ നിന്ന് വന്നവർ, സിഖ് മതത്തിൽ നിന്ന് വന്നവർ, ഹിന്ദു മതത്തിൽ നിന്ന് വന്ന് വില കൊടുക്കുന്ന അനേകരുണ്ട്. പല ധനാഢ്യന്മാര് വെറും ഒന്നുമില്ലാത്തവരെ പോലെ ആയിട്ടുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി. കേരളത്തിലുള്ള ദൈവജനമേ, നമ്മുടെ പിതാക്കന്മാർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി വില കൊടുത്തിറങ്ങി വന്നവരാണ്. പെന്തക്കോസ്തിൻ്റെ പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിച്ചപ്പോൾ വലിയ കെട്ടിടങ്ങളും വലിയ പള്ളികളുമെല്ലാം വിട്ട് വെളിയിൽ വന്ന് മരത്തിൻ്റെ ചുവട്ടിലും ചെറ്റപ്പുരയിലും ഒക്കെ ഇരുന്നാണ് ആരാധിച്ചത്. അതിൻ്റെ ശേഷം അവരുടെ മരിച്ചവരെയൊക്കെ നദിയുടെ കരയ്ക്കൊക്കെ അടക്കിപ്പോയി. അങ്ങനെയാണ്, കഷ്ടതയിലാണ് കേരളത്തിലെ പെന്തക്കോസ്ത് സഭ ആരംഭിച്ചത്. എന്നാൽ ക്രമേണ സ്നേഹത്തിൽ നിന്ന് കുറവ് വന്നിട്ട് ഇപ്പോൾ നമ്മൾ വേറൊരു രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. കാഹളം ധ്വനിക്കാറായി. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയുകയാണ്, പ്രിയ സഹോദര സഹോദരി, നിത്യതയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ, കർത്താവെ നീ എന്നെ അനുഗ്രഹിച്ചു ഇഞ്ഞു കൊണ്ടൊന്ന് പറയാതെ കർത്താവ് ചോദിക്കും, മോളെ നീ എനിക്ക് വേണ്ടി സഹിച്ചതൊന്ന് പറഞ്ഞാട്ടെ, നീ എനിക്ക് വേണ്ടി സഹിച്ചതൊന്ന് പറഞ്ഞാട്ടെ. എത്ര പേർ ജീവനോടെ നിർത്തി മെഴുകുതി എരിക്കുന്നത് പോലെ എരിക്കപ്പെട്ടു. എത്രയോ പേർ രക്തസാക്ഷികളായി തീർന്നു. എത്രയോ പേരെ കഷണം കഷണമായി മുറിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഡൽഹിയിൽ ജെയിൻ മതത്തിൽ നിന്ന് വന്ന രക്ഷിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസിയുണ്ട്. പൂനം ജെയിൻ എന്നാണ് പേര്. ഡിഫൻസിൽ പുള്ളിക്കാരത്തി ഒരു ഓഫീസറാണ്. ഭർത്താവിനേക്കാളും കൂടുതൽ ശമ്പളമുണ്ട്. ഹിന്ദു മതത്തിൽ ഏറ്റവും ഉയർന്നതാണ് ജെയിൻ മതം.
ആ ജെയിൻ മതത്തിൽ പുള്ളിക്കാരത്തി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. കർത്താവ് കൃപയാളവരെ സ്നാനപ്പെടുത്തുവാൻ കർത്താവ് കൃപ നൽകി. പരിശുദ്ധാത്മാവ് പ്രാപിച്ചു. ഞങ്ങൾ ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് എൻ്റെ ഭാര്യയും മകളും താമസിക്കുന്നിരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അവളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാൻ ഇടയായി. അതിനുശേഷം ഭർത്താവ് വളരെ എതിരായിത്തീർന്നു. ചെറിയ എതിരല്ല. ഭർത്താവ് എന്ത് ചെയ്തു? ഉള്ള വസ്ത്രങ്ങളെല്ലാം എടുത്ത് കത്രിക കൊണ്ട് കത്തിരിക്കാൻ തുടങ്ങി. ഒരു ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട സഹോദരി കത്രിക കൊണ്ട് കത്തിരിച്ചു. ഭർത്താവ് പറയുകയാണ്, ഇപ്പോഴുള്ള കാര്യമാണ് അവർ. ഭർത്താവ് പറയുകയാണ്, നീ യേശുവിനെ തള്ളിപ്പറയുന്നില്ല എങ്കിൽ ഞാൻ ഒരു വിധത്തിൽ നിന്നെ സഹിക്കില്ലെന്ന് പറഞ്ഞു. ഒരു മകനും മകളുമുണ്ട്. മകൻ 10, 12, 16 വയസ്സേ ഉള്ളൂ. ആ മക്കൾ അമ്മയെ എത്രമാത്രം സ്നേഹിക്കുന്നവരാണ്. അവരെ കൊണ്ട് അടുപ്പിച്ചു. സ്വന്തം മകളെയും മകനെയും കൊണ്ട് അടിക്കാൻ പറഞ്ഞു അമ്മയെ. അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ആരാധന കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ നല്ല തണുപ്പുള്ള സമയത്താണ്. കഴിഞ്ഞ വർഷത്തെ തണുപ്പിൻ്റെ സമയത്താണ്. കഴിഞ്ഞ വർഷത്തെ തണുപ്പിൻ്റെ സമയത്താണ് വന്നപ്പോൾ വീടെല്ലാം പൂട്ടി. വലിയ നല്ല കെട്ടിടമാണ്, നല്ല പണക്കാരുള്ളതാണ്. വീടെല്ലാം പൂട്ടി. ഭർത്താവ് പറഞ്ഞു, നിന്നെ അകത്ത് കയറ്റത്തില്ല. എനിക്ക് മൊബൈൽ കൂടെ എന്നെ വിളിച്ച് പറഞ്ഞു, ഞാൻ ജമ്മുവിലാണ്, ഭർത്താവിനെ ആയിട്ട് കയറ്റില്ല, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഒരു പട്ടിയെ പോലെ ആ വരാന്തയിൽ കിടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര തണുപ്പാണല്ലോ, എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവാകുന്ന കമ്പിളി നിനക്ക് തരാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ പരിശുദ്ധാത്മാവാകുന്ന കമ്പിളി പുതച്ചുകൊണ്ട് നീ ഒരു പട്ടിയെ പോലെ അവിടെ കിടന്ന് സ്തോത്രം ചെയ്തോളാൻ പറഞ്ഞു. അതുപോലെ തന്നെ ആ സഹോദരിയെ ആ ഭയങ്കര തണുപ്പിൻ്റെ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവാകുന്ന കമ്പിളി എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരിക്ക് മനസ്സിലായി. അത് വെച്ചുകൊണ്ട് അവിടെ കിടന്നു. ഈ സഹോദരിയുടെ ഈ പ്രവർത്തനം കണ്ടിട്ട് അമ്മാവിയമ്മ, ആ സഹോദരൻ്റെ അമ്മ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. എനിക്ക് ആ സഹോദരിയെ സ്നാനപ്പെടുത്താനുള്ള ഭാഗ്യം കർത്താവ് തന്നു. അമ്മാവിയമ്മയെ. സാധാരണ അമ്മാവിയമ്മമാർ എങ്ങനെയാണ്? മകൻ്റെ സൈഡേ പിടിക്കത്തുള്ളൂ. എന്നാൽ ഈ അമ്മായിയമ്മ ആ സഹോദരി സ്നാനപ്പെടുവാനിടയായി. അമ്മ സ്നാനപ്പെടുവാനിടയായി. ഇന്നും ആ പ്രിയ സഹോദരി വില കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, സഹോദരി, നിനക്ക് കിട്ടുന്ന ശമ്പളം എന്ത് തന്നെയായാലും മുഴുവനും കൊണ്ട് ആ ഭർത്താവിൻ്റെ കയ്യിൽ കൊടുക്കണം. ഉടനെ എന്തു പറഞ്ഞാലും അപ്പോൾ ആ ഭർത്താവിന് ഇപ്പോഴും അതിശയമാണ്. ഞാൻ ഇവളെ ഇത്ര ഉപദ്രവിച്ചിട്ടും ഇത്രയെല്ലാം ചെയ്തിട്ടും അവൾ കിട്ടുന്ന ശമ്പളം മുഴുവൻ എൻ്റെ അടുക്കലാണല്ലോ കൊണ്ടുത്തരുന്നത്. അങ്ങനെ കർത്താവിന് വേണ്ടി സഹിക്കുന്ന, ജീവിക്കുന്ന എത്രയോ വിശ്വാസികൾ വടക്കേ ഇന്ത്യയിൽ ഇപ്പോഴുണ്ട്. നിങ്ങൾക്ക് വന്നാൽ കാണാൻ കഴിയും. ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്ന. ആകയാൽ കേരളത്തിലുള്ള ദൈവജനമേ, ഞാൻ നിങ്ങളോട് സ്നേഹത്തോട് അപേക്ഷിക്കുന്നത്, ഈ അനുഗ്രഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ മാർഗം ചവറ്റുകുട്ടയിലിട്ടിട്ട്, ഞാൻ പറയുന്നു, അനുഗ്രഹിക്കുന്ന സുവിശേഷത്തിൻ്റെ മാർഗം ചവറ്റുകുട്ടയിലിട്ടിട്ട് കർത്താവിന് വേണ്ടി വല്ലത് സഹിപ്പാൻ നിങ്ങൾ ഒരുങ്ങുമോ? ഇനി ജീവിക്കുന്നവർ തങ്ങൾക്ക് വേണ്ടിയല്ല, തങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവനായ കർത്താവിന് വേണ്ടി ജീവിക്കണം. ഞാൻ ഈ പറയുന്നതാണ് സത്യവചനം. അല്പം പോലും മായമില്ലാത്ത സത്യവചനം നമ്മുടെ പിതാവ് എന്നെ അയച്ച് നിങ്ങളോട് പറയിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നോട് ഞാൻ കുറ്റം പറയാനല്ല വന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത് കഠിനമായി തോന്നുന്നുവെങ്കിലും സിംഹാസനം മുമ്പിൽ നിൽക്കുമ്പോൾ ഈ വാക്കുകൾ ഓർക്ക് വരും. അപ്പോൾ നിങ്ങൾ പറയും, ശമൂവേൽ സഹോദര, അന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് അല്പം വേദനയായി തോന്നി, എന്നാൽ വാസ്തവമായി ഞങ്ങളത് ഈ സ്ഥാനത്തേക്ക് എത്തിച്ചു. ഹല്ലേലൂയ. ആകയാൽ പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങളല്ല നമ്മുടെ മുമ്പിൽ നിൽക്കേണ്ടത്. നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുവാനല്ല യേശുവിനെ നമുക്ക് വേണ്ടിയത്. ആ സ്നേഹത്തിൻ്റെ കയറ് അവനുമായി നമ്മെ ബന്ധിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ഇന്ന് നിങ്ങൾ അനേകരും വിശ്വസിക്കുന്നത് എന്താ? യേശു രോഗികളെ സൗഖ്യമാക്കും, യേശു കഷ്ടം നീർക്കുമെന്ന് പറഞ്ഞാൽ അനേകർ വന്നിരിക്കുന്നത്. വില കൊടുക്കാൻ ആരുമില്ല. എന്നാൽ കർത്താവ് നോക്കുന്ന ആരാണ്? വില കൊടുക്കാൻ ആരുണ്ട്? ഈ സ്നേഹത്തിന് വേണ്ടി വില കൊടുക്കാൻ ആരുണ്ട്? യേശുവേ, ആ ക്രൂശിലെ സ്നേഹത്തിന് വേണ്ടി ഞാൻ വില കൊടുക്കുവാൻ വരുന്നു. ഇനിയും ജീവിക്കുന്നവർ ആർക്ക് വേണ്ടി ജീവിക്കരുത്? തങ്ങൾക്ക് വേണ്ടി ജീവിക്കരുത്. 2008 വരെ നമ്മൾക്ക് വേണ്ടി ജീവിച്ചു. ഈ 2009 ഒന്നാമത്തെ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് വന്നിരിക്കുകയാണ്. ഈ പുതിയ വർഷത്തിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ എനിക്ക് വേണ്ടി ഒത്തിരി ജീവിച്ചു, ഞാൻ എനിക്ക് വേണ്ടി ഒത്തിരി നിന്നോട് പ്രാർത്ഥിച്ചു, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വീടിന് വേണ്ടി പ്രാർത്ഥിച്ചു, മക്കളുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനിയും കർത്താവേ, എനിക്ക് വേണ്ടി ഇനിയും ജീവിക്കേണ്ട.
ഇനിയും ജീവിതത്തിലുള്ളതായ 1 മാസമോ 2 വർഷമോ എത്ര നാളോ ഉണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് വേണ്ടി ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പ്രിയ ഭാര്യ ഇവിടെ ഇരിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയ ഭാര്യയോട് പച്ചയായിട്ട് പറഞ്ഞ കാര്യം, പച്ചയ്ക്ക് പച്ച ഞാൻ പറഞ്ഞു, എൻ്റെ പ്രിയ ഭാര്യയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നു, എനിക്കും ഞങ്ങൾ 2 മക്കൾക്കും വേണ്ടി നിന്നാലാവുന്നതെല്ലാം നീ ചെയ്തു, അതെല്ലാം വളരെ നല്ലത്. എന്നാൽ എന്നെ സ്നേഹിച്ച് എന്നെ ശുശ്രൂഷിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ നിനക്കൊരു പ്രതിഫലവും കിട്ടാൻ പോകുന്നില്ല. സഹോദരിമാർ കേൾക്കുന്നുണ്ടോ? ഭർത്താവിനെ സ്നേഹിച്ചത് കൊണ്ട് സ്വർഗത്തിൽ ചെന്നാൽ പ്രതിഫലം കിട്ടുമെന്ന് വിചാരിക്കരുത്. ഭർത്താവിനെ സ്നേഹിച്ച് സേവിച്ചത് കൊണ്ട് ഇവിടുന്ന് ഭർത്താവിൻ്റെ പുഞ്ചിരിയും സാരിയും മറ്റുള്ള സാധനം കിട്ടിയതാ പ്രതിഫലം. എന്നാൽ യഥാർത്ഥമായി കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ച് വേല ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും പ്രതിഫലം അവിടെയുണ്ട്. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, എൻ്റെ പ്രിയ സഹോദരി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ വയലിലിറങ്ങി, കർത്താവിൻ്റെ വയലിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്, മുൻപ് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു, സകലതും മറന്ന് അധ്വാനിക്കുക. അപ്പോൾ പുതിയ യെരൂശലേമിൽ നമ്മൾക്ക് കർത്താവിനോട് ഒന്നിച്ച് വാഴുവാനുള്ള ഭാഗ്യം ലഭിക്കും. അതുകൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വിശ്വസ്തയോടെ സ്നേഹിച്ചതുകൊണ്ട് സ്വർഗത്തിൽ ചെന്നാൽ പ്രതിഫലം കിട്ടുമെന്ന് ചിന്തിക്കരുതേ. അതിനാണ് കർത്താവ് പറഞ്ഞത്, തൻ്റെ ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല. 1 കൊരിന്ത്യർ 7:29 മുതൽ 31 വരെ വായിക്കുമ്പോൾ, ഭാര്യമുള്ളവരുള്ളവർ ഇല്ലാത്തവരെ പോലെയും വസ്തുക്കളുള്ളവർ ഇല്ലാത്തവരെ പോലെയും കാലം എന്ത് ചെയ്തിരിക്കുന്നു? ചുരു വായിച്ചാട്ട് 1 കൊരിന്ത്യർ 7-ാം അധ്യായം 29 മുതൽ 31 വരെ ഒന്ന് വായിച്ചാൽ. 1 കൊരിന്ത്യർ 7-ാം അധ്യായം. ഇതൊന്ന് ഞാൻ പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു, ഇല്ലാത്തവരെ പോലെയും സന്തോഷിക്കാത്തവരെ പോലെയും വിലയ്ക്ക് വാങ്ങുന്നവർ, കൈവശമാക്കാത്തവരെ പോലെയും ലോകത്തെ അനുഭവിക്കുന്നവർ അതിനെ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. ഇന്നേക്ക് ഏകദേശം 2000 വർഷം മുൻപേ പൗലോസ് എഴുതുമ്പോൾ പറഞ്ഞ കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇന്ന് പൗലോസ് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതും? ഇന്ന് എഴുതുകയാണെങ്കിൽ പൗലോസ് പറയും, ഇനിയും ദിവസങ്ങൾ ഒട്ടും ഇല്ല. ഭാര്യമാരെ പറഞ്ഞു വിടണമെന്നല്ല, ഭാര്യമാർക്ക് വേണ്ടി അല്ല ജീവിക്കേണ്ടത്, കർത്താവിന് വേണ്ടി ജീവിക്കണം. ഭർത്താക്കന്മാർക്ക് വേണ്ടി അല്ല ഭാര്യമാർ ജീവിക്കേണ്ടത്. അഗാപ്പെ സ്നേഹത്താൽ നിറഞ്ഞവരായി ഭർത്താക്കന്മാരുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് എനിക്ക് യേശുവിന് വേണ്ടി പ്രവർത്തിക്കണം. പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് എല്ലാവരും സാക്ഷികളാകണം. കേരളത്തിൽ ആ സഭയിലെ സാക്ഷ്യം, ഞങ്ങൾക്ക് വടക്കേ ഇന്ത്യയിൽ സഭയിൽ ആർക്കും സാക്ഷി പറയാൻ അവകാശമില്ല. എല്ലാവരോടും പറയുന്നത് സാക്ഷ്യം പറയേണ്ടത് വെളിയില്ല. എവിടെയാ? ചന്തസ്ഥലത്തും അയൽവക്കത്തുകാരുടെ ഇടയില്ല. സഭയിലല്ല സാക്ഷ്യം. സാക്ഷി പറയേണ്ടത് എവിടെയാ? ഞങ്ങൾ ഏത് സഭകളിൽ വന്നാലും ഞായറാഴ്ച നിങ്ങൾക്ക് സാക്ഷ്യം പറയുന്ന ആരെയും കാണാൻ ഒക്കില്ല. അവർ പറയും സാക്ഷ്യം പറയേണ്ടത് എവിടെയാ? അയൽവക്കത്തുകാരുടെ അടുക്കലും മറ്റുള്ളവരുടെ അടുക്കലുമാണ് സാക്ഷ്യം പറയേണ്ടത്. രക്ഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരെല്ലാവരും എന്താകണം? സാക്ഷികളാകണം. നമ്മുടെ ലജ്ജാവസ്ത്രമൊക്കെ ഒന്ന് മാറ്റി കാലം തീരുന്നതിന് മുൻപേ, കർത്താവെ, ഞാനും എൻ്റെ ഭർത്താവാകുന്ന ചാക്കോച്ചനും കൂടെ ഇന്ന കോളനിയിൽ താമസിച്ചു, ഇതിൻ്റെ ചുറ്റുപാടുമുള്ളവരോട് സുവിശേഷം പറയുവാൻ എനിക്ക് ഭാഗ്യം നൽകിയല്ലോ, ഇവരെ ക്രിസ്തുവിൽ കൊണ്ടുവരാൻ ഭാഗ്യം തന്നല്ലോ എന്നുള്ളതാണ് വേണ്ടിയത്. അതുകൊണ്ട് താങ്കൾക്ക് വേണ്ടി അല്ല. നമ്മൾക്ക് ഈ വീട്ടിലൊക്കെ നമ്മുടെ കേരളത്തിലെ ഒരു അനുഭവം ഉണ്ടല്ലോ, 3, 4, 5 കൂട്ടാനൊക്കെ ഉണ്ടാക്കും. എൻ്റെ അമ്മച്ചി ഞാൻ ഓർക്കുന്നുണ്ട്, കർത്താവിൻ്റെ ദാസന്മാർ വരുമ്പോൾ ഒരു 10-12 കൂട്ടാൻ ഉണ്ടാക്കി വെച്ചേച്ച് പറയും, ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് പറയും. അമ്മച്ചിയുടെ സ്നേഹം നിമിത്തം ഉടനെ കർത്താവിൻ്റെ ദാസന്മാർ ഇത്രയും ഉണ്ടാക്കി വെച്ചേച്ചാ പറയുന്നത്, ഒന്നും ഉണ്ടാക്കിയില്ലെന്ന്. ഞാൻ പറയുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ ദാസീദാസന്മാരെ, കാലം തീരാറായിരിക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് വേണ്ടി രുചിയായി ഒരുപാട് ആഹാരം ഉണ്ടാക്കി സമയം നഷ്ടപ്പെടുത്താതെ ആവശ്യത്തിനുള്ള ഉണ്ടാക്കുക. ബാക്കി സമയം മുട്ടിന്മേലിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അയൽവക്കത്താരോടുകൂടെ സുവിശേഷം പറയുക, അയൽവക്കത്തുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്താൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിൽ വർദ്ധിക്കും. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളെ പിടിക്കപ്പെട്ടിരിക്കുന്ന അനേക രോഗങ്ങളും തന്നെത്താനെ അങ്ങ് ഓടിപ്പോകും. ഈ ബ്ലഡ് പ്രഷറും ഡയബറ്റീസും മറ്റൊക്കെ തന്നെത്താനെ അങ്ങ് ഓടിപ്പോയിക്കൊള്ളും. അല്ലെങ്കിൽ ഇതിങ്ങനെ കയറി അതെല്ലാം കയറി നമ്മളിങ്ങനെ വിശ്രമിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ,
നാം ഇനി നമ്മൾക്ക് വേണ്ടിയല്ല, നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ല, നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടിയല്ല, ഭർത്താവിന് വേണ്ടിയല്ല, ആർക്ക് വേണ്ടി ജീവിക്കണം? ക്രിസ്തുവിന് വേണ്ടി. ഇനി അതിനോടുകൂടെ 1 യോഹന്നാൻ 3:16 വായിച്ചാട്ടെ. 1 യോഹന്നാൻ 3:16. 1 John chapter 3 verse 16. നമുക്ക് വേണ്ടി തന്നെ പ്രാണനെ വെച്ചു കൊടുക്കുന്ന ആ സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും നമ്മുടേതുള്ളതെല്ലാം കൊടുത്താൽ പോരെ, നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കാനുള്ള ഒരുക്കം ഉണ്ടാകണം. സ്തോത്രം. അതെങ്ങനെയാ സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ചു കൊടുക്കുന്നത്? അത് മനസ്സിലാക്കാനായി 2 കൊരിന്ത്യർ 4:8 മുതൽ 12 വരെ ഒന്ന് വായിച്ചാട്ട്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയാട്ട്. 2 കൊരിന്ത്യർ 4 അധ്യായം അതിന് 8 മുതൽ 12 വരെ ഒന്ന് വായിച്ചാട്ട്. എല്ലാവരും ഒന്ന് വായിച്ചാട്ട്. 2 കൊരിന്ത്യർ 4:8 മുതൽ 12 വരെ എല്ലാവരും വായിച്ച ശേഷം പിന്നെ പരസ്യമായി ഒരാൾ വായിച്ചാലും. 2 Corinthians chapter 4 verse 8 to 12. ആമേൻ. ഇനി ഒരാൾ പരസ്യമായിട്ട് വായിച്ചാൽ 8 മുതൽ വായിച്ചാൽ. സകലത്തിലും കഷ്ടം സഹിക്കുന്ന ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ we are troubled on every side yet not distressed. ഞങ്ങൾ എല്ലാ സകല 4 വയസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? കഷ്ടങ്ങൾ സഹിക്കും. we are troubled on every side. മലയാളത്തിൽ എന്താ പറയുന്നത്? ഞങ്ങൾ വായിച്ചാട്ട് 8ാം വാക്യം. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഈ ഒരു വാക്യം മനസ്സിലാക്കാൻ, ഇതിന്റെ ആഴം പഠിക്കുവാൻ എനിക്ക് ഏകദേശം 1.5 വർഷത്തോളം സമയമെടുക്കേണ്ടി വന്നു. കർത്താവെ, ഇതിന്റെ ആഴം എന്താണ്? ഇതിന്റെ ആഴം ഒന്ന് പഠിക്കുവാൻ കർത്താവെ എനിക്ക് ഏകദേശം 1.5 വർഷത്തോളം കർത്താവ് ഇതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി പഠിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ്? ഒന്നുകൂടെ വായിച്ചാട്ട് ആ ഭാഗം. അതല്ല സഹോദരി വായിച്ച 8ാമത്തെ ഭാഗം. യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടെന്ന് യേശുവിന്റെ മരണം ശരീരത്തിൽ വഹിക്കുന്നു. അത് കീഴ്പോട്ട് വായിച്ചാൽ. യേശുവിന്റെ ജീവൻ വെളിപ്പെടുന്നതിന് മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. കർത്താവേ, ഇതിന്റെ മർമ്മം എന്താണ്? ഇതിന്റെ ആഴം എന്താണ് എന്ന് ഞാൻ അറിയുവാനായി വളരെ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് അതിന്റെ പൂർണ്ണമായി എനിക്ക് വെളിപ്പെടുത്തി തന്നു. ഇതിനു മുൻപും എൻ്റെ അനുഭവത്തിൽ ഈ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. നാം കർത്താവിൻ്റെ വചനത്തിൽ കൂടെ പല ഭാഗങ്ങളിൽ കൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മൾ സഹോദരന്മാർക്ക് വേണ്ടിയും ജീവൻ കൊടുക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മുടെ സഹോദരന്മാരുടെ പാപം നമ്മുടെ മേൽ വഹിക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. സഹോദരന്മാർ ചെയ്യുന്ന പാപം, അതിൻ്റെ ശിക്ഷ നമ്മുടെ മേൽ വഹിക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. ഞാൻ ഈ വചനത്തിൻ്റെ ആഴം അറിയുന്നതിന് മുൻപ്
പല വർഷങ്ങളായി ഏതെങ്കിലും സഹോദരന്മാരോ സഹോദരിമാരോ കുറ്റം ചെയ്യുമ്പോൾ അവരെ ശിക്ഷ വരുമ്പോൾ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, കർത്താവേ അവരെ ശിക്ഷിക്കാതെ എൻ്റെ ശരീരം ഇതാ നീ എന്നെ ശിക്ഷിച്ചാലും എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പല പ്രാവശ്യം ഞാൻ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. അന്ന് ഈ വചനത്തിൻ്റെ ശരിയായ വെളിപ്പാട് എനിക്ക് ലഭിച്ചിരുന്നില്ല. അന്ന് ദൈവത്തിൻ്റെ സ്നേഹത്താൽ അവരെ യേശുവിൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇത് ചെയ്തത്. എന്നാൽ ഇതിൻ്റെ വെളിപ്പാട് ലഭിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ആഴം എത്രമാത്രമാണ്. നാം അങ്ങനെ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്കു വേണ്ടി കഷ്ടപ്പെടുവാൻ ഒരുങ്ങുന്തോറും സ്വർഗത്തിലെ നമ്മുടെ അവകാശം വർദ്ധിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നാം ഒന്നിച്ച് ദൈവത്തിൻ്റെ സഭയെ പണിയുകയാണ്. കർത്താവായ യേശു ക്രിസ്തു വില കൊടുത്തു, നാമും അതിൻ്റെ കൂടെ എന്ത് ചെയ്യാണ്? വില കൊടുക്കാൻ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നത് 1:24 വായിച്ചാൽ. കൊലോസ്യർ 1:24, കൊലോസിയൻസ് 1:24. എന്റെ ജഡത്തിൽ ക്രിസ്തുവിന്റെ ശരീരത്തിൽ കുറവായുള്ള കഷ്ടങ്ങൾ എന്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കഷ്ടങ്ങളുണ്ട്. മറ്റുള്ള സഹോദരന്മാരുടെ പാപങ്ങൾ നമ്മുടെ മേൽ ഏൽക്കുന്നതിനുള്ള കഷ്ടവും നാം സഹിക്കണം. ഇന്നലെ ഞാൻ പറഞ്ഞു, മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ നാം എന്ത് ചെയ്യണം? കഷ്ടം സഹിക്കണം. നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള കഷ്ടം സഹിക്കണം. മൂന്നാമത് നമ്മുടെ കൂട്ടു സഹോദരൻ്റെ പാപം വഹിക്കുവാനുള്ള കഷ്ടത നാം സഹിക്കണം. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, ഉദാഹരണമായി നമ്മുടെ ഈ വിരലിന് ഭയങ്കര വേദനയായെന്ന് വിചാരിച്ചാൽ, അപ്പോൾ ഈ വേദനയുടെ ഭാരം വഹിക്കുന്ന ഈ 2 വിരൽ അപ്പുറത്തും ഇപ്പുറത്തുണ്ട്, കൈ മുഴുവനുമുണ്ട്. അതുപോലെ നമ്മുടെ കൂട്ടു സഹോദരന്മാർ കഷ്ടത്തിലായിരിക്കുമ്പോൾ അവരുടെ വേദന നാം സഹിക്കണം. അതുകൂടാതെ നമ്മുടെ ഈ കയ്യിൽ എന്തെങ്കിലും വൃത്തികേട്, അഴുക്ക് വന്നുവെങ്കിൽ ഉടനെ ഈ കൈയെ കുറ്റമല്ല പറയുന്നത്, മറ്റേ കൈ പോയി സോപ്പ് അന്വേഷിക്കുന്നു, വെള്ളം അന്വേഷിക്കുന്നു, ടവൽ എടുത്തുകൊണ്ട് വരുന്നു, കൈ കഴുകുന്നു, ശുദ്ധീകരണം നടത്തുന്നു. അതുപോലെ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ കടന്നു വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടം സഹിക്കുന്നത് വളരെ സന്തോഷമായിട്ട് നമുക്ക് തോന്നും. എനിക്കങ്ങനെ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നല്ല, അനേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ചെറിയ അനുഭവം ഞാൻ പറയാം, അത് കഴിഞ്ഞ് വേറൊന്നും കൂടെ പറയാം. ഞാൻ ഉദംപൂരിൽ ഗഡി എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുമ്പോൾ പാവപ്പെട്ടവരായ അനേകം രക്ഷിക്കപ്പെടുവാനിടയായി. തോട്ടി വർഗ്ഗക്കാർ എന്ന് പറഞ്ഞാൽ കക്കൂസൊക്കെ ക്ലീൻ ചെയ്യുന്നവർ. അന്ന് വടക്കേ ഇന്ത്യയിൽ ഈ ഫ്ലഷ് ഔട്ടൊന്നുമില്ല. ഇപ്പോഴാണെങ്കിൽ ഫ്ലഷ് ഔട്ടൊക്കെ ധാരാളമുണ്ട്. അന്ന് മലങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന, ഡബ്ബയ്ക്കകത്ത് എടുത്തുകൊണ്ട് പോകുന്ന കാലമാണ്. അതല്ല, ഇപ്പോഴതെല്ലാം വളരെ ചെറിയ ഗ്രാമങ്ങളിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ഗഡി എന്ന ഉദംപൂരിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ അങ്ങനെ മറ്റുള്ള വീടുകളിൽ ഈ ഓരോ മലം എടുത്തുകൊണ്ട് പോയി കളയുന്ന ചില രക്ഷിക്കപ്പെട്ടു വരുവാനിടയായി. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അതിലൊരു സഹോദരനായിരുന്നു ചരൺ എന്ന് പറയുന്ന ഒരു സഹോദരൻ. തീരെ പാവപ്പെട്ട ഒരു സഹോദരനാണ്. പഞ്ചാബിൽ നിന്ന് അവിടുത്തെ പാർക്കാണ്. അവൻ്റെ കുടുംബം അവരുടെ ജീവിച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ മറ്റുള്ളവരുടെ മലം കക്കൂസ് എടുത്തുകൊണ്ട് പോയി ഒരു ഓരോ വീട്ടിലും വന്ന് അവരുടെ മലം എടുത്തിട്ട് ബക്കറ്റിലിട്ടിട്ട് കൊണ്ടുപോയി കളഞ്ഞിട്ട് അതിൽ കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കുകയാണ്. അവൻ രക്ഷിക്കപ്പെടുവാനിടയായി. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കുറച്ച് നാൾ വിശുദ്ധനായി ജീവിച്ചു. എന്നാൽ 2-3 മാസം കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും ഉക്ക എന്ന് പറയുന്ന ഒരു സാധനം വലിക്കാൻ തുടങ്ങി. ഉക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ഭരണി പോലെയുണ്ട്, അതിനുശേഷം ഒരു പൈപ്പ് കാണും. ആ പൈപ്പിനകത്ത്, അപ്പോൾ ഉക്ക എന്ന് പറയുന്ന ഈ ടുബാക്കോ പൊയിലയെല്ലാം അതിൻ്റെ മുകളിലിടുമ്പോൾ ആ വലിക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ കൂടെ വന്ന് കുറുന്നുള്ള ശബ്ദം വെച്ച് വലിച്ചങ്ങനെ പുക വലിക്കുന്ന പോലെ ഒന്നാണ്. അപ്പോൾ ഇതിനു മുൻപ് അവൻ വലിച്ചുകൊണ്ടിരുന്നു. വീണ്ടും ഇവനിത് വലിക്കാൻ തുടങ്ങി എന്നെനിക്ക് മനസ്സിലായി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് ഒറ്റ പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല, ഭായി ചരൺ ഉക്ക വലിക്കുന്നുണ്ട്, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ആ പാവപ്പെട്ടവൻ എൻ്റെ ഭവനത്തിൽ വരുമ്പോൾ എൻ്റെ ഭാര്യയുടെ മുഖത്തുകൊണ്ട് ഒന്നും വെളിപ്പെടരുത്. ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ വീട്ടിൽ പോകുമ്പോൾ ചെറ്റപ്പുര പോലുള്ളൊരു വീടാണ്, തിന്നുകൊണ്ടുള്ളതാണ്. ദൂരെ നിന്ന് ഒരു 500 ഗജം അകത്തു നിന്ന് ഹല്ലേലൂയ എന്ന് 2-3 പ്രാവശ്യം പറയും. എന്തിനാണ്? ആ സഹോദരൻ ഉക്ക വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എവിടെയെങ്കിലും അവരൊരു ചെറിയ കട്ടിലുണ്ട്, ആ കട്ടിൻ്റെ കീഴിൽ എവിടെയെങ്കിലും മറച്ചു വെച്ചോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഹല്ലേലൂയ എന്ന് പറയുന്നത്. അപ്പോൾ ദൂരെ നിന്ന് ഹല്ലേലൂയ എന്ന് പറയും. കാരണം ഞാൻ അവിടെ ചെന്ന് അവൻ ഉക്ക വലിച്ചുകൊണ്ടിരുന്ന് പിടിച്ചാൽ പിന്നെ പിറ്റേ ആഴ്ച ഒരുപക്ഷെ അവൻ ആരാധനയ്ക്ക് വരാതിരുന്ന് വന്നേക്കാം. പാവപ്പെട്ടവനാണ്.
അത് കഴിഞ്ഞ് എന്നിട്ട് ഞാൻ അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ 7 മാസം വൈകിട്ട് അല്പാൽപ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നു. ഉപവാസം എടുത്തില്ല. ഉപവാസം എടുത്താൽ എൻ്റെ ഭാര്യ ചോദിക്കും എന്താ നല്ലപോലെ കഴിക്കാത്തത്. അതിന് ഞാൻ എന്ത് ചെയ്യും, 2 റൊട്ടി തിന്നണമെങ്കിൽ, ചപ്പാത്തി തിന്നണമെങ്കിൽ 1 അല്ലെ അരയോ തിന്നും, അല്ലെ അല്പം ചോറ് കഴിക്കും. പകുതി വയർ ഒഴിച്ചു വെച്ചുകൊണ്ട് അവന് വേണ്ടി 7 മാസത്തോളം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. തിരുവത്താഴം വല്ലതും വരുമ്പോൾ ഞാൻ പറയും, ചരൺ സഹോദര നീ പോയി അവിടെ ആ മറ്റു കാര്യം ചെയ്യും. അവനെ തിരുവത്താഴത്തിൽ സംബന്ധിപ്പിക്കത്തില്ലായിരുന്നു. അങ്ങനെ അപ്പോൾ എല്ലാ ആവശ്യവും ഞാൻ വീട്ടിൽ ദൂരെ നിന്ന് ഹല്ലേലൂയ പറഞ്ഞാൽ എടുക്കൽ. അപ്പോൾ അവൻ ഉക്ക വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനോട് ഉക്ക വലിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, അവൻ അറിയാൻ വലിക്കരുതെന്നുള്ളത്. എന്നാൽ അവൻ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ എൻ്റെ സഹോദരൻ ചരനെ ശിക്ഷിക്കരുതേ, അവനെ ശിക്ഷിക്കരുതേ, ഞാനിതാ അവൻ്റെ കുറ്റമേൽക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് കർത്താവിനോട് മധ്യസ്ഥ വലിച്ചുകൊണ്ടിരിക്കുക. ഒടുവിൽ ഏകദേശം 7 മാസം പൂർത്തിയായപ്പോൾ ഒരു ദിവസം ഞാൻ ഹല്ലേലൂയ എന്ന് പറഞ്ഞപ്പോൾ ചരൻ വെളിയിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് അകത്ത് വരാൻ പറഞ്ഞു. അകത്ത് വന്നപ്പോൾ ആ ഹുക്ക എന്ന് പറയുന്ന ആ സാധനം അവിടെ ഇരിക്കുക. അവർ ഈ മുളക് പൊടിക്കുന്ന വലിയ നമ്മുടെ ഈ ഉരൽ കുത്തുന്ന ഉണ്ടല്ലോ, അതുപോലെ ഒരു വലിയൊരു തടിക്കഷണമുണ്ട്. അതെടുത്ത് പറഞ്ഞു, ഇതുവരെ നീ ഹല്ലേലൂയ പറഞ്ഞപ്പോൾ ഞാൻ ഉക്ക എടുത്ത് പാത്ത് വയ്ക്കായിരുന്നു, എന്നാൽ ഇന്ന് ഞാൻ യേശുവിൻ്റെ നാമത്തിന് അടിച്ച് തകർക്കുകയാണെന്ന് പറഞ്ഞു. അവനെ ആ സമർപ്പണത്തിലേക്ക് കൊണ്ടുവരുവാൻ 7 മാസം പൂർത്തിയാകുന്നതിന് ഒരു ദിവസം മറ്റോ കുറവുണ്ട്. അന്നുവരെയും ഞാൻ പകുതി വയറോടാണ് കഴിഞ്ഞത്. വൈകിട്ട് ഉച്ചയ്ക്ക് ആഹാരം നിറച്ച് കഴിക്കും, വൈകിട്ട് എന്തിനു വേണ്ടി? എൻ്റെ പ്രിയ സഹോദരൻ ചരൺ സഹോദരൻ ഉക്ക വലിക്കുന്ന ആ സ്വഭാവത്തിൽ നിന്ന് മാറണം. അതിനുശേഷം അവൻ പൂർണ്ണമായി മുൻപോട്ട് കടന്നു വന്നു. അവൻ രോഗിയായി തീർന്നു. അവൻ മരണത്തോളമാകാറായി. എനിക്ക് യോഗങ്ങൾക്ക് പോയേ മതിയായുള്ളൂ. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടെ അവനെ സന്ദർശിക്കാനാണ് പോയി. ഞാൻ യോഗത്തിന് വേണ്ടി. അപ്പോൾ അവൻ എന്നോടും എൻ്റെ ഭാര്യയോടും പറഞ്ഞു, കർത്താവിൻ്റെ ദാസനെ, നിങ്ങളേതായാലും യോഗത്തിന് പോകും, ഇവിടെ നിൽക്കുകയില്ല, നിങ്ങൾ വരുന്നതിന് മുമ്പേ മരിച്ചു പോകും. അതുകൊണ്ട് ഇന്നലെ രാത്രി നിങ്ങൾ കിടന്ന ആ ബെഡ്ഷീറ്റ് എടുത്ത് എൻ്റെ മുകളിൽ നിടാൻ ഭാര്യയോട് പറയാൻ പറഞ്ഞു. ഈ പഞ്ചാബിയായ സഹോദരൻ ഇത്രമാത്രം സ്നേഹം വരാനുള്ള കാരണം എന്താണ്? അവൻ പറഞ്ഞത്, എൻ്റെ പാസ്റ്റർ എൻ്റെ കൂടെ ഇല്ലെങ്കിലും എൻ്റെ പാസ്റ്റർ കിടന്ന ആ ബെഡ്ഷീറ്റെങ്കിലും എൻ്റെ മുകളിലുണ്ടല്ലോ. ഈ സ്നേഹം എങ്ങനെയാണ് വന്നത്? ഞാൻ പോയപ്പോൾ അതുപോലെ തന്നെ അവൻ മരിച്ചു. എൻ്റെ ബെഡ്ഷീറ്റ് അപ്പോൾ തന്നെ കൊണ്ടുവന്ന് അവന് കൊടുത്തു. എന്നാൽ അവനെ അടക്കുന്ന സമയത്ത് ഞാൻ വരുവാനിടയായി. പ്രിയമുള്ളവരെ, അവൻ വേറൊരു ഭാഷക്കാരനാണ്, ഒരു ഭാഷ അറിയത്തില്ല, തോട്ടിപ്പണി ചെയ്യുന്നവനാണ്. അവൻ്റെ പാപം എന്തു ചെയ്യണം? നാം വഹിച്ചേ ഒക്കെയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെയാണ് തമ്മിൽ ഭാരങ്ങളെ വഹിക്കുന്നത്. ഹല്ലേലൂയ. തമ്മിൽ ഭാരങ്ങളെ വഹിക്കുന്നത്. ഈ കഴിഞ്ഞ 2 മാസം ഞങ്ങളുടെ നേപ്പാളിൽ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അവിടെ ജമ്മുവിലൊരു കർത്താവിൻ്റെ ദാസൻ, ഹിന്ദു മതത്തിൽ നിന്ന്, ഹിന്ദു പൂജാരിയുടെ ബ്രാഹ്മണ കുടുംബത്തിൽ രക്ഷിക്കപ്പെട്ടു വന്ന വികാസ് ശർമ്മ എന്ന് പറഞ്ഞ ഒരു കർത്താവിൻ്റെ ദാസൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ജമ്മുവിലെ പ്രധാന സഭയുടെ ഉത്തരവാദിത്വം, ജമ്മുവിൽ പല സഭകളുണ്ട്, അതിലൊരു സഭയുടെ പ്രധാന ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനാണ്. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ കുറച്ച് പിശകുകൾ വന്നു, വളരെ മോശമായ രീതിയിലുള്ളതായി വന്നപ്പോൾ ഞാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ കർത്താവ് എന്നോട് പറയാണ്, അവനെ നശിപ്പിക്കുവാൻ എന്നെ വിടുക എന്നുള്ള ശബ്ദം. ഞാൻ പറഞ്ഞു, കർത്താവേ, വികാസിനെ ശിക്ഷിക്കരുത്, ഞാനിതാ ഒരുങ്ങിയിരിക്കുന്നു, എന്നെ ശിക്ഷിക്കുക. എൻ്റെ സഹോദരൻ വികാസിൻ്റെ മേൽ നിൻ്റെ വാള് വീഴരുത്. ഞാൻ മുട്ടിന്മേൽ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പിതാവേ, ആ ശിക്ഷയുടെ വാൾ ആ പ്രിയ സഹോദരൻ വികാസിൻ്റെ മേൽ വീഴരുത്. ഇതാ എൻ്റെ ശരീരം നിനക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു, ശിക്ഷ എൻ്റെ മേൽ വന്നോട്ടെ. പെട്ടെന്ന് എൻ്റെ ചിരി വളരെ അങ്ങ് വേദനയായി, വളരെ അങ്ങ് വീർത്തു. സഹിക്കാൻ വയ്യ. 21 ദിവസം ഞാൻ നേപ്പാളിൽ പോയി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ രക്തം ചിരിയിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഇവിടുന്ന് നേപ്പാളിലേക്ക് വന്ന ചില സഹോദരന്മാർ കണ്ടതാണ്. നേപ്പാളിൽ വന്നവർ എൻ്റെ രൂപം മാറിപ്പോകത്തക്കവണ്ണം ആ നിലയിലായി. അത് 21 ദിവസം നീണ്ടു നിന്നു. അപ്പോഴും ഞാൻ ഓർത്തുകൊടുത്ത്, എൻ്റെ പ്രിയ സഹോദരൻ വികാസിന് വേണ്ടി ഇത് സഹിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. 21 ദിവസം കഠിന വേദനയാണ്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.
ഹല്ലേലൂയ. ആഹാരം കഴിക്കാൻ കഴിയുന്നില്ല, ശരിയായി സംസാരിക്കണമെങ്കിൽ തന്നെ പ്രയാസമാണ്. എന്നാൽ പ്രസംഗിക്കുമ്പോൾ കർത്താവ് പ്രസംഗിക്കാൻ കുറവ് നൽകുന്നു. പ്രിയമുള്ളവരെ, അത് സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിവേദന, ഉറക്കമില്ല, അതിവേദന സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ അങ്ങ് വളരെ വലുതായി അങ്ങ് വീർത്ത് വലിയ വിധത്തിലായി അങ്ങ് പൊട്ടി. ഞാൻ വെറും വെളിച്ചെണ്ണ അല്പം പുരട്ടിക്കൊണ്ടിരിക്കും, ഇത്രമാത്രം. വളരെ വേദന സഹിപ്പാനിടയായി. അപ്പോഴും എൻ്റെ ഹൃദയത്തിലുള്ള ഒരു ഭാഗ്യം, എൻ്റെ പ്രിയ സഹോദരൻ വികാസിന് വേണ്ടി സഹിക്കുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നല്ലോ. കർത്താവ് എനിക്ക് ഭാഗ്യം. ഇന്നും ആ സഹോദരൻ പൂർണ്ണമായി തിരികെ വന്നിട്ടില്ല. എന്നാൽ എനിക്ക് ഒരു പ്രത്യാശയുണ്ട്, കർത്താവ് അവനെ തിരികെ കൊണ്ടുവരും. എന്നാൽ അവന് വേണ്ടി ശിക്ഷ അനുഭവിപ്പാൻ കർത്താവിന് കൃപ നൽകിയല്ലോ. കർത്താവിന് സ്തോത്രം. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ ശരീരത്തിൽ മരണവും നിങ്ങൾ എന്ത് ചെയ്യുന്നു? ജീവനും അനുഭവിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ മരണം അനുഭവിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ജീവൻ അനുഭവിക്കുന്നു. ഇതാണ് സ്നേഹം, പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്നേഹം എന്ന് നമ്മുടെ സഭയിലേക്കൊന്ന് മടങ്ങി വരും. നമ്മൾ മഹൽ സ്നേഹം എന്നുള്ള പാട്ട് പാടാറുണ്ടല്ലോ. ആ പാട്ട് ഓർമ്മയുണ്ടല്ലോ. മഹൽ സ്നേഹം. നമുക്ക് ആ പാട്ടൊന്ന് പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹൽ സ്നേഹം. ഹല്ലേലൂയ, സ്തോത്രം. അറിയാവുന്നവരുണ്ടെങ്കിൽ അതിന്റെ ആദ്യം ഒന്ന് പറഞ്ഞാൽ. മഹൽ സ്നേഹം തന്നെയാണോ? യെസ്. മഹൽ സ്നേഹം പരലോക പിതാവു താൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. സമർപ്പണത്തോടെ നമുക്ക് പാടാം. മഹൽ സ്നേഹം പരലോക പിതാവു താൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മഹൽ സ്നേഹം പരലോക പിതാവു താൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ഉലകസ്ഥാപനത്തിൻ മുൻപുളവായോരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. ഉലകസ്ഥാപനത്തിൽ മുൻപുളവായോരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ. മഹൽ സ്നേഹം പരലോക പിതാവു താൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലിന്നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലിന്നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ. മനുവേലിന്നിണം ചിന്തി നിണം ചിന്തി
ദീനരെ വീണ്ടെടുപ്പാൻ. മഹൽ സ്നേഹം പരലോക പിതാവു താൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. അതിക്രമമോചനമാം അനുഗ്രഹമവനിൽ അനുഭവിക്കുന്നു നമ്മൾ അവൻ തന്ന കൃപയാൽ. അതിക്രമമോചനമാം അനുഗ്രഹമവനിൽ അനുഭവിക്കുന്നു നമ്മൾ അവൻ തന്ന കൃപയാൽ. അവൻ തന്ന അനുഭവിക്കുന്നു നമ്മൾ അനുഭവിക്കുന്നു നമ്മൾ അനുഭവിക്കുന്നു നമ്മൾ അവൻ തന്ന കൃപയാൽ. മഹൽ സ്നേഹം പരലോക പിതാവു താൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മരണത്താൽ മറയാത്ത മഹൽ സ്നേഹ പ്രഭയാൽ പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയൂ. പിരിയാ ബന്ധമാണിതു പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയൂ. മഹൽ സ്നേഹം പരലോക പിതാവു താൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ആമേൻ. പ്രിയ ദൈവജനമേ, നമ്മുടെ ബന്ധം പിരിയാ ബന്ധമാണ്. മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം, ഭാര്യ ഭർത്താവ് മക്കളുള്ള ബന്ധമെല്ലാം പിരിഞ്ഞു പോകുന്നതാണ്. കാൽവരി ക്രൂശിൽ നമുക്ക് ലഭിച്ച ബന്ധം പിരിയാ ബന്ധമാണ്. അതുകൊണ്ട് ആ സമർപ്പണത്തോടെ മുഴുവനല്ല, 1-2 അടികൾ മാത്രം നമുക്ക് വീണ്ടും പാടാം. മഹൽ സ്നേഹം പരലോക പിതാവു തൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. മഹൽ സ്നേഹം പരലോക പിതാവു താൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. സ്വർഗസ്ഥലങ്ങളിലുള്ള ഒരനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി. സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി. മഹൽ സ്നേഹം പരലോക ഹല്ലേലൂയ. പിതാവു താൻ മകനെ മാരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ഉലകസ്ഥാപനത്തിൻ മുൻപുളവായോരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുമ്പിൽ വസിപ്പാൻ. ഉലകസ്ഥാപനത്തിൻ മുൻപുളവായോരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ
മുൻപിൽ വസിപ്പാൻ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ മഹൽ സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവു താൻ മകനെ കുരിശിൽ കൈവെടിഞ്ഞോ മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലിന്നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേലിൻ വിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ മനുവേലിൻ നിണം ചിന്തി മനുവേലിൻ നിണം ചിന്തി മനുവേലിൻ നിണം ചിന്തി നരരെ വീണ്ടെടുപ്പാൻ മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവു താൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ അതിക്രമമോചനമാം അനുഗ്രഹമവന് അനുഭവിക്കുന്നു നമ്മൾ അവൻ തന്ന കൃപയാൽ അതിക്രമമോചനമാം അനുഗ്രഹമവന് അനുഭവിക്കുന്നു നമ്മൾ ഹല്ലേലൂയ അവൻ തന്ന കൃപയാൽ അനുഭവിക്കുന്നു നമ്മൾ അനുഭവിക്കുന്നു നമ്മൾ അനുഭവിക്കുന്നു നമ്മൾ അവൻ തന്ന കൃപയാൽ മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവു താൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു മരണത്താൽ മറയാത്ത മഹൽ സ്നേഹ പ്രഭയാൽ പിരിയാബന്ധമാണിതു യുഗകാലം വരെയൂ മരണത്താൽ മറയാത്ത മഹൽ സ്നേഹ പ്രഭയാൽ പിരിയാബന്ധമാണിതു യുഗകാലം വരെയൂ പിരിയാബന്ധമാണിതു 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 യുഗകാലം വരെയൂ മഹൽ സ്നേഹം മഹൽ സ്നേഹം പരലോക പിതാവു താൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു മരണത്താൽ മറയാത്ത മഹൽ സ്നേഹ പ്രഭയാൽ പിരിയാബന്ധമാണിതു യുഗകാലം വരെയൂ ഓ പിരിയാബന്ധമാണിതു ഹല്ലേലൂയ ഹല്ലേലൂയ യുഗകാലം നമ്മൾ തമ്മിലുള്ള ബന്ധം പിരിയാബന്ധമാണ് പിരിയാബന്ധമാണിതു 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 യുഗകാലം വരെയൂ മഹൽ സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവു താൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു മരണ
മുഖത്താൽ മറയാത്ത മകൻ സ്നേഹ പ്രഭയാൽ പിരിയാബന്ധമാണിതു യുഗകാലം വരെയോ പിരിയാബന്ധമാണിതു 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 ഹല്ലേലൂയ യുഗകാലം ഹല്ലേലൂയ വരെയോ. ഹല്ലേലൂയ. ആരാധിക്കാം, ആമേൻ. ഹല്ലേലൂയ. സ്നേഹത്താൽ നിറഞ്ഞ് ആരാധിക്കാം, ഹല്ലേലൂയ. സ്നേഹത്താൽ നിറഞ്ഞ് ആരാധിക്കാം. ആമേൻ. ഈ പിരിയാബന്ധത്തെ ഓർത്ത് സ്നേഹത്താൽ ആരാധിക്കാം. ക്രൂശിന്റെ സ്നേഹനെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട പ്രിയ ജനമേ, ക്രൂശിന്റെ സ്നേഹ ചങ്ങലയാൽ നാം ബന്ധിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. മരണത്തിന് ഇത് മാറ്റുവാൻ കഴിയയില്ല. പിന്നെ സാത്താനെ, നിങ്ങൾക്ക് എങ്ങനെ ഞങ്ങളെ അകറ്റി നിർത്താൻ കഴിയും? ഹല്ലേലൂയ. ഞങ്ങൾ പിരിയാബന്ധമായി ക്രൂശിന്റെ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കയാൽ സാത്താനെ, നിനക്ക് ഞങ്ങളെ എങ്ങനെ അകറ്റി നിർത്താൻ കഴിയും? നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് സാത്താൻ സ്നേഹം പകരുവാൻ തടസ്സമായി അവിടെയായി ഭിത്തികളെ കെട്ടി നിർത്തിയിരിക്കുന്നതിനെ ഇന്ന് രാവിലെ നാം അല്പസമയം യുദ്ധം ചെയ്തതുപോലെ ഇന്ന് വൈകിട്ട് ആത്മാവിൽ യുദ്ധം ചെയ്യാം. ആ കോട്ടകളെ തകർക്കാം. ആത്മാവിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ആത്മാവിൽ പോരാടിയാണ്. തമ്മിൽ ആഴമായി സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവർ പറയട്ടെ, യാക്കോബക്കാരും മർത്തോമക്കാരും പറയട്ടെ, ഈ പെന്തക്കോസ്തുകാർ വിവിധ ഗ്രൂപ്പുകളാണെങ്കിലും അവരുടെ മധ്യത്തിലുള്ള സ്നേഹം ഒന്ന് നോക്കിക്കാട്ടെ. അവരുടെ പേര് പുറമേ ഒന്നാണെങ്കിലും അവരൊരു ശരീരമാണ്. ഹല്ലേലൂയ. അങ്ങനെ ജനങ്ങൾ അറിയട്ടെ നമ്മൾ കർത്താവിന്റെ ശിഷ്യന്മാരെന്ന്. ഈ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കണമേ. ഈ വർഷം ഈ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കണമേ. ദൈവജനങ്ങൾ തമ്മിൽ, സഭയിൽ തമ്മിലുള്ള സ്നേഹം, മറ്റുള്ള സഭകൾ തമ്മിലുള്ള സ്നേഹം, പിണക്കവും കക്ഷി വൈരാഗ്യങ്ങളും ഒന്നുമില്ല. തമ്മിൽ സ്നേഹിച്ച് മുൻപോട്ട് പോകുന്ന ആ സ്വർഗീയ അനുഭവം, ആ പിരിയാബന്ധം ഭൂമിയിൽ വെളിപ്പെടട്ടെ. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ വന്ന് പ്രാർത്ഥിച്ച് യോഗം അവസാനിപ്പിക്കുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ പ്രാർത്ഥന ആവശ്യമുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ യോഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആരുടെങ്കിലും ഹൃദയത്തിൽ കർത്താവ് ഭാരം തരുന്നുണ്ടെങ്കിൽ അവിടെ വെളിയിൽ വെച്ചിരിക്കുന്ന ആ പെട്ടിയിൽ ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ,
ഈ അനുഗ്രഹീതമായ ബൈബിൾ ക്ലാസ്സിനായി നദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ ദാസനെ അവയെ കഴിഞ്ഞ ദീർഘനാളുകളിലെ അനുഭവ സംബന്ധമായി അഭിഷേകത്തോടെ വ്യക്തമായിരിക്കുന്ന ആ വിഷയങ്ങളെ നൽകി ഞങ്ങളുടെ മധ്യേ അയച്ചിരിക്കുക. നന്ദിയോടെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ കണ്ണുകൾ തുറക്കുമാർ കർത്താവേ, ദൈവ സ്നേഹത്തിലേക്ക്, ആദ്യ സ്നേഹത്തിലേക്ക് ഞങ്ങളെല്ലാവരും മടങ്ങി വരുമാർ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തിൽ, ആ വിലയേറിയ വിശ്വാസത്തിൽ ഞങ്ങളെല്ലാവരും ഉറയ്ക്കുവാൻ നിൽക്കവണ്ണം, സുഖ്യമായ പ്രത്യാശയിൽ ഞങ്ങളെല്ലാവരും പുതിയ വരത്തക്കണം. അവയെ ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ അങ്ങയുടെ വിലയേറിയ പൃഥ്വിനെ കരങ്ങളിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതോർത്ത് അതിയോട് ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവേ, ഞങ്ങൾക്ക് മറവായിരിക്കുന്ന തിരുവചനത്തിന്റെ മാർമിക സത്യങ്ങളെ അവയെ സ്തോത്രം അത് വ്യക്തമായി അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് അവയെ നിന്റെ ദാസനെ ഗ്രഹിപ്പിച്ചതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് അവയെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും ഗ്രഹിപ്പിച്ചു കൊടുത്ത് ദൈവം ആഗ്രഹിക്കുന്ന ആത്മീക നിലവാരത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഉയർത്തേണ്ടതിനായി അവന് വേണ്ടി അവയെ സ്തോത്രം പ്രാണനെ വിലയേറിയതായിട്ടല്ലാതെ ശരീരത്തെയും പ്രാണനെയും ഒരുപോലെ തിരുനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി, സഭയുടെ വ്യാപ്തിക്ക് വേണ്ടി, തിരുഹിതത്തിന്റെ നിവർത്തിക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ അവയെ വ്യാപ്തിക്ക് വേണ്ടി സമർപ്പിതരായി മുന്നോട്ട് പോകുവാൻ അവയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സഹായിക്കുമാറാകണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളെ മുറ്റുമായി അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, വലിയ ശക്തിയോടെ അഭിഷേകത്തോടെ മക്കളെ അയക്കുമാറാകണമേ. സംശയങ്ങളെല്ലാം ഇവിടുന്ന് ദൂരീകരിക്കുമാറാകണമേ. മഹത്വമെല്ലാം ദൈവത്തിന് ഞങ്ങൾ അർപ്പിക്കുകയാണ്. അവരേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ വിനയമായി അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും നടത്തിപ്പും നാം ഓരോരുത്തരുടെ മേൽ ലോകമ്പാടുള്ളതായ സകല വിശുദ്ധന്മാരോടുകൂടെ പ്രത്യേകിച്ച് തുടർന്നുള്ള നടക്കുന്നതായ ആ ക്ലാസുകളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് രാത്രിയിൽ നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, അഞ്ചാമത്തെ പകൽക്കാലം കർത്താവേശ്വരം ഏഴാകുന്ന അടിയങ്ങൾ പാലക്കാട് പ്രദേശത്ത് കടന്നു വന്ന് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുവാൻ കൊണം എന്റെ ദൈവം കർത്താവേ സ്തോത്രം ഇടയാക്കിയ കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. കർത്താവേശ്വരം നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കർത്താവേ സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേശ്വരം കർത്താവിന്റെ ദാസനെ ശക്തമായി ദൈവമേ സ്തോത്രം ഇന്ന് പകൽക്കാലം ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേശ്വരം ഞങ്ങൾ ഇതുവരെയും അറിയാത്ത മർമ്മങ്ങൾ എന്റെ ദൈവമേ നിന്റെ ദാസനിൽ കൂടെ ഇന്ന് പകൽക്കാലം
വെളിപ്പെടുവാനിടയാക്കണമേ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ സ്തോത്രം, ഞങ്ങളുടെ മുൻപോട്ടുള്ള കർത്താവേ ഗമനത്തിൽ, ഞങ്ങളുടെ സുവിശേഷ പ്രദേശത്തുള്ള കർത്താവേ സ്തോത്രം, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് അനുഗ്രഹമായി തീരുവാൻ, അത് പ്രത്യാശ പുതുക്കുന്നതായി തീരുവാൻ, അത് അനേകരെ കർത്താവെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു ദിവസങ്ങളായി തീരുവാൻ ഇത് കാരണമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, കടന്നു വരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ ഓളും പരിസരവും കർത്താവേ സ്തോത്രം പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട് കർത്താവേ സ്തോത്രം നീ സൂക്ഷിക്കണമേ. ഞങ്ങൾ കർത്താവെ നിന്റെ സന്നിധിയിലായിരിക്കുന്നു. നിന്നിൽ ഞങ്ങൾ പ്രത്യാശ പുതുക്കുവാൻ, നിന്റെ വചനത്തിൽ ഞങ്ങൾ സന്തോഷിക്കുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ആർക്കും കർത്താവെ യാതൊരു കോട്ടവും സംഭവിക്കാതെ കടന്നു വരുവാനുള്ളവർ എത്രയും വേഗം കടന്നു വന്ന് കർത്താവേ സ്തോത്രം ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുവാൻ എന്റെ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു, അടിയനെ സമർപ്പിക്കുന്നു. കർത്താവേ സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം ചെയ്യുന്നു. സകലതും മനുഷ്യന്റെ നാമത്തിൽ ദിവിനത്തോട് അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. 1 John chapter 5 verse 16. पहला यूहन्ना 5 का 16. 1 യോഹന്നാൻ 5:16. അതെ, ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിലുള്ള പാപമുണ്ട്. അതിനെക്കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഇവിടെ സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവനെ ജീവൻ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ മരണത്തിനുള്ള പാപം എന്ന് പറയുന്നത് എല്ലാവർക്കും, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എബ്രായ ലേഖനത്തിൽ അത് വളരെ വളരെ ഭംഗിയായി എഴുതിയിട്ടുണ്ട്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ ഒരുവൻ, അത് നിങ്ങൾ ഞാൻ വിളിച്ചു പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന, ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചാട്ടത്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരുത്തൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ശ്രദ്ധിക്കണം നല്ലവണ്ണം. കാരണം ഈ കാലത്ത് അങ്ങനെയുള്ള സംഭവങ്ങൾ ധാരാളം ഉണ്ടാകാറുണ്ട്. നിങ്ങൾക്കിവിടെ അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ എന്ന് ഞാൻ അറിഞ്ഞുകൂടാ. ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചുവെങ്കിലും മറ്റുള്ളവരുടെ സമ്മർദ്ദ നിമിത്തം, ഭയം നിമിത്തം എവിടെയെങ്കിലും പോയി മുട്ടുകുത്തിയാൽ ഉടനെ അവനെ തള്ളിക്കളയാനല്ല, അവൻ്റെ ഹൃദയത്തിൽ അവന് ദൈവത്തെക്കുറിച്ച് എന്തുണ്ട്? ഭയമുണ്ട്. എന്നാൽ നിവർന്നു നിൽക്കാൻ അവൻ എന്തില്ല? ധൈര്യമില്ലാത്തത് കൊണ്ട് അവൻ പോയി മുട്ടുകുത്തിയെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നാം ഇടവിൽ നിന്ന് അവരെ വിടുവിക്കണം. എന്നാൽ ദൈവവചനം നല്ലവണ്ണം അറിഞ്ഞ ശേഷം, അതിൻ്റെ ആഴങ്ങളൊക്കെ ഗ്രഹിച്ച ശേഷം, വീണ്ടും യേശുവിനെ അറിഞ്ഞ ശേഷമോ എനിക്ക് യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞു പോയാൽ അത് മരണത്തിനുള്ള പാപമാണ്. അത് നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യം ഇല്ല. എന്നാൽ നമ്മുടെ പ്രിയ സഹോദരന്മാരാരെങ്കിലും അങ്ങനെ തെറ്റുകൾ ചെയ്താൽ നാം നമ്മുടെ സ്നേഹനിമിത്തം കർത്താവേ അവനെ ശിക്ഷിക്കരുത്, അവൻ്റെ ശിക്ഷ എൻ്റെ മേൽ അയച്ചാൽ, കർത്താവെ അവനെ ആ പാപത്തെ ശിക്ഷിച്ചേ മതിയാകുമെങ്കിൽ ഞാനിതാ നിന്റെ സന്നിധി നിൽക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ കൂട്ടു സഹോദരന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആ സ്നേഹം നമ്മൾക്കുണ്ടാകണം. അതെങ്ങനെയാണ്? ഈ വിരൽ പട്ടിയുടെ വായിൽ പോയാൽ, പട്ടിയോ പൂച്ചയോ വായിലാക്കിയാൽ മറ്റേ വിരലെല്ലാം കൂടെ എന്താ പറയുന്നത്? അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയാണോ? മറ്റു വിരലുകളെല്ലാം വന്ന് തള്ളി എങ്ങനെയെങ്കിലും ആ പട്ടിയുടെ വായിൽ നിന്ന് ആ വിരലിനെ വിടുവിക്കും. അതുപോലെയാണ് നാം പോകേണ്ടത്. അതിനാണ് കർത്താവ് കൂട്ടായ്മ നൽകിയിരിക്കുന്നത്.
ആ സഹോദരൻ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ പോരാ, അവൻ്റെ ആ തെറ്റിനെ നാം നമ്മിൽ വഹിക്കുന്നവരായി തീരണം, അതിനെ സഹിക്കുന്നവരായി തീരണം. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചാക്കിയിരിക്കുന്നത്. കുറ്റം പറയുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. അത് ആരുടെ ജോലിയാണ് പറഞ്ഞാട്ട്? വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് 12:10? എന്താണ്? അപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു മഹാശബ്ദം പറഞ്ഞത് കേട്ടു, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. സ്തോത്രം. ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. അഭിഷേകം പ്രാപിച്ച ദാവീദ് ശൗല് മരിച്ചപ്പോൾ എന്തു പറയുന്നു? ഗത്തിൽ പോയത് പറയരുത്, ഫലിസ്ത്യ കന്യകമാർ സന്തോഷിപ്പാൻ ഇടയാകരുത്. എന്നാൽ ഇന്ന് ദൈവസഭകളിൽ ഒരു സ്വഭാവം കടന്നു വന്നിരിക്കുകയാണ്. മറ്റുള്ളവർ കുറ്റം പറഞ്ഞാൽ അവർ നന്നാകുമെന്നാണ് വിചാരിക്കുന്നത്. അത് പരസ്യമാക്കിയാൽ അവർ നന്നാകും. പരസ്യമാക്കിയാൽ ഒരു കാലത്തും നന്നാകുകയില്ല. പരസ്യമാക്കുന്നവർ ആരുടെ ശമ്പളക്കാരൻ്റെ ലിസ്റ്റിലാ? ആരുടെ? ആ ശുശ്രൂഷ അവരെ ഏൽപ്പിച്ചത് ആരാണ്? സാത്താനാണ് അവരെ ആ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരാ ശുശ്രൂഷ ചെയ്യട്ടെ, അവർ സാത്താനോട് ഒരു ശമ്പളം വാങ്ങിക്കൊള്ളട്ടെ. എന്നാൽ നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താണ്? മറ്റുള്ളവൻ്റെ പാപം നമ്മളെന്ത് ചെയ്യുക? നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ മേൽ വഹിക്കണം. സ്തോത്രം. അതാണ് ദൈവസ്നേഹം, ആ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സ്നേഹം. ഇപ്പോൾ നിങ്ങൾ ചിലർ ഈ കാലത്ത് സാത്താൻ ചെയ്ത്, ഞാൻ ദൈവസഭയെ ആത്മാവിൽ ഇങ്ങനെ വീക്ഷിക്കുമ്പോൾ കാണുന്നത്, ചിലരെന്താണ് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് ഞാൻ വിശുദ്ധനാണെന്ന് തന്നെത്താനെ അങ്ങ് ഒരു തോന്നൽ പോലെ അങ്ങ് വന്നിരിക്കുകയാണ്. ഓ, എന്നിൽ ആ കുറ്റമില്ല, ഈ കുറ്റമില്ല, മറ്റുള്ളവരെല്ലാം കുറ്റക്കാരാണ്. ഇതെല്ലാം സാത്താന്യമാണ്. ഇത് ദൈവിക പ്രകാരമല്ല, ദൈവനിർത്തന പ്രകാരമല്ല. ഈ പൊളിറ്റിക്കൽ പാർട്ടീസിലുണ്ട് ഓരോരുത്തരുടെ കുറ്റങ്ങളൊക്കെ ഓരോരുത്തരും ഇങ്ങനെ പത്രങ്ങളിൽ എഴുതുകയൊക്കെ ചെയ്ത്, അപ്പം പൊളിറ്റിക്കൽ ശുദ്ധീകരണത്തിന് അത് നല്ലതാണ്. എന്നാൽ ദൈവസഭയുടേത് നേരെ തിരിച്ചാണ്. ദൈവസഭയിൽ നിന്റെ സഹോദരന് ഏതെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും നിനക്കറിയാമെങ്കിൽ, നീ ആദ്യം നേരിട്ട് അവൻ്റെ അടുക്കൽ ചെല്ലണം. കർത്താവ് പറഞ്ഞത് അങ്ങനെയാണ്. എൻ്റെ അടുക്കൽ ചെല്ലണം, അവരോട് നേരിട്ട് പറയണം. എനിക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചില കർത്താവിൻ്റെ ദാസന്മാരോട് ചില കാര്യങ്ങൾ പറയണം മനസ്സിലായപ്പോൾ ഞാൻ അവധിയെടുത്ത് യാത്ര ചെയ്ത് അവരുടെ ഭവനത്തിൽ ചെന്ന് അവരേകരായിരിക്കുമ്പോൾ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോഴെല്ലാം അവർ പലരും പ്രായമുള്ളവരാണ്. ഒരു അപ്പച്ചൻ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ശ്യാമലൂട്ടി, ഞാൻ ഇത്ര വർഷമായി കർത്താവിൻ്റെ വേലയിലായി, നിന്നെപ്പോലെ ഇങ്ങനെ വന്ന് എൻ്റെ കാര്യം പറഞ്ഞു ഒരു കർത്താവിൻ്റെ ദാസന്മാരെ ഞാൻ കണ്ടിട്ടില്ല. കുമ്മനാട് കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുമ്മനാട് കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു അപ്പച്ചനെ ദൈവത്തിൻ്റെ ആത്മാവ് പുറകിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ പറഞ്ഞു, അപ്പച്ച, കർത്താവിൻ്റെ ദാസനെ ഞാൻ അപ്പച്ച എന്നാണ് വിളിക്കുന്നത്. അപ്പച്ച, എനിക്ക് ദൈവാത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തി ഈ കാര്യത്തിൽ അപ്പച്ചൻ ക്രമീകരിക്കണമെന്നുണ്ടല്ലോ. ഞാൻ കരഞ്ഞുകൊണ്ട് അപ്പച്ചനെ കസേരയിലിരുത്തി ഞാൻ താഴെ ഇരിക്കുകയാണ്. താഴെ നിലത്ത്, വെറും നിലത്ത്. ഞാനൊരു കസേര വലിച്ചുകൊണ്ട് പോയി, 2 കസേര വലിച്ചുകൊണ്ട് പോയില്ല. ഇവിടെ തകർപ്പൻ യോഗം നടന്നുകൊണ്ടിരിക്കുക. സ്റ്റേജിലിരിക്കുന്ന അപ്പച്ചനെ വിളിച്ചുകൊണ്ട് ഞാൻ സ്റ്റേജിലിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരിരിക്കുന്നതിൽ ഒരാളെ വിളിച്ചുകൊണ്ട് പുറകിൽ കൊണ്ടുപോയി. ഞാൻ ആളുടെ പേര് പറയുകയില്ല. പുറകിൽ കൊണ്ടുപോയി അവിടെ ചെന്നിടത്ത് ഞാൻ പറഞ്ഞു, അപ്പച്ചാന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. താഴെ ഇരുന്ന് എനിക്കുണ്ട്. അവിടെ നിന്ന് കരയാൻ തുടങ്ങി. പിന്നെ പൊട്ടിക്കരഞ്ഞു. ശ്യാമലൂട്ടി, ഇങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നെങ്കിൽ ദൈവസഭ വിശുദ്ധമായി തീർന്നേനെ. ഞങ്ങൾ കുറച്ച് നേരം പ്രാർത്ഥിച്ച് ചുംബിച്ചു. എത്ര സന്തോഷമായിരുന്നറിയാം. എന്നെ ചുംബിച്ചുകൊണ്ട് എന്നെ വിടാൻ മനസ്സില്ല. പിന്നെ പറഞ്ഞു, നിന്നെ എല്ലാവരും ഒന്ന് നീ ആരാണെന്ന് മനസ്സിലാക്കിയെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കർത്താവ് എന്നോട് പറഞ്ഞത് ഞാൻ വന്ന് പറയുവാനിടയായി. അങ്ങനെ പറയുമ്പോൾ അവർക്കെത്ര തണുപ്പ് തോന്നും. ഹല്ലേലൂയ.
അവർക്ക് എത്ര തണുപ്പ് തോന്നും. അതുപോലെ ഒരു പ്രാവശ്യം ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലീഡർ, അന്നത്തെ ലീഡർ, പേര് ഞാൻ പറയില്ല, ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഞാൻ മുളക്കഴ പോയി, യോഗങ്ങളുടെ എല്ലാം ഇടയ്ക്ക് ഞാൻ മുളക്കഴ പോയി, ഞാൻ അറിയിച്ചു ഞാൻ വരുന്നുള്ളൂ, ഞാൻ രാത്രി യോഗം കഴിഞ്ഞ് രാത്രിയിലേ വരത്തുള്ളൂ, കാരണം ഞാൻ വന്നെന്ന് ആരും അറിയരുത്. രാത്രിയിൽ മുളക്കഴ അവിടെ പോയി. 1 മണിക്ക് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലിരുന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പൊട്ടിക്കരയുക. ഹല്ലേലൂയ, പൊട്ടിക്കരയുക. പറഞ്ഞിട്ട് പറഞ്ഞു, ബ്രദറെ, നീ തന്ന ആശ്വാസം ഞാൻ ഒരിക്കലും മറക്കുകയില്ല. എൻ്റെ മുറിവിനെ നീ നല്ലവണ്ണം കെട്ടിയല്ലോ, ദൈവം നിന്നെ അയച്ചല്ലോ. ഞാൻ എന്തിനാ രാത്രിയിൽ പോയത്? ഞാൻ വന്നു പറഞ്ഞു എന്നുള്ളത് ആരും അറിയരുത്. നിങ്ങൾ എത്ര പറഞ്ഞാലും ഞാൻ കർത്താവിൻ്റെ ദാസൻ്റെ പേര് പറയത്തില്ല. ഞാൻ പറയുന്നത് ഇതാണ് ദൈവജനപ്രകാരമുള്ള ശുശ്രൂഷ. അതിന് കുറച്ച് മുതൽ മുടക്കുണ്ട്, അത് പരസ്യമാക്കുന്നതല്ല. അപ്പോൾ ഒരു സഹോദരൻ പാപം ചെയ്തെന്നല്ല, അവന് വേണ്ടി എന്ത് ചെയ്യണം? അപേക്ഷിക്കണം. അപേക്ഷിക്കാൻ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടായിരിക്കണം? സ്നേഹം ഉണ്ടാണ്. ഇനിയും 1 യോഹന്നാൻ 4:16 വായിച്ചാൽ, ആദ്യം 5:16 വായിച്ചു, ഇനി 4:16. എത്ര പേർക്ക് ഹല്ലേലൂയ പറയാൻ കഴിയും? സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹത്തിൽ വസിക്കുന്നവൻ, ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ വളരെ സന്തോഷിപ്പിക്കുന്ന പല വചനങ്ങളുണ്ട്. അതിലൊരു വചനം ഇതാണ്, ദൈവം അവനിലും, സ്നേഹത്തിൽ വസിക്കുന്നവനിൽ എന്ത് ചെയ്യുന്നു? ദൈവം വസിക്കുന്നു. കാരണം ദൈവം സ്നേഹം തന്നെ. ഹല്ലേലൂയ. കർത്താവേ, അത്ഭുതങ്ങളോ അടയാളങ്ങളോ നടത്താനുള്ള ശുശ്രൂഷയുടെ അതല്ല എനിക്ക് വേണ്ടത്. കർത്താവേ, യഥാർത്ഥ സ്നേഹത്താൽ എൻ്റെ ഹൃദയം നിറയ്ക്കണമേ. സ്നേഹത്തിൽ വസിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അവനിലും വസിക്കുന്നു. സ്തോത്രം. സ്നേഹത്തിൽ വസിക്കുന്ന ദൈവത്തിൽ വസിക്കുന്ന ദൈവം അവനിലും